ഹായ് കുട്ടികളെ, നമ്മുടെ കീം സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഓൾറെഡി ലോസ് ഓഫ് മോഷൻ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് കുറച്ചുകൂടെ അതിനകത്ത് നമ്മുടെ ലാസ്റ്റ് ഇയറിൽ വന്ന കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യണമെന്ന് തോന്നി. കുറച്ചും കൂടെ ചെയ്യാം, കാരണം വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്ന് നിങ്ങൾക്ക് എന്തായാലും അധികം കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് ഓൾറെഡി പറഞ്ഞു, ബാക്കി വർക്ക് എനർജി തിയറവും പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇതിന് ശേഷം അടുത്തായിട്ട് എടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി ആ പാർട്ട് അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഇതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചതാണ്. ഈ 2025 കീം 2025 ഒരു പ്രോബ്ലമാണിത്. ഓക്കെ, എ ഫോഴ്സ് തന്നിട്ടുണ്ട്. എന്താണ്? വെക്റ്ററാണ് തന്നിരിക്കുന്നത്. i cap plus 2j cap plus minus 2k cap അപ്ലൈഡ് ഓൺ എ ബോഡി. ആക്സിലറേറ്റ് ദ ബോഡി. ഒരു ബോഡിയിൽ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് കാരണം എന്തായി? ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അത് കാരണം ആ ബോഡി ആക്സിലറേറ്റ് ചെയ്തു. ആ ആക്സിലറേഷനാണ് തന്നിരിക്കുന്നത് 2 m/s². ദെൻ ദ മാസ് ഓഫ് ദ ബോഡി, നമ്മളോട് ചോദിച്ചേക്കുന്ന മാസ് ഓഫ് ദ ബോഡിയാണ്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? എഫ് തന്നിട്ടുണ്ട്, എഫ് വെക്ടറാണ് തന്നേക്കുന്നത്. i cap plus 2j cap minus 2k cap. പിന്നെ തന്നേക്കുന്ന ആക്സിലറേഷനാണ് 2 m/s². അപ്പോൾ നമുക്ക് എന്തറിയാം? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് മാസ്സാണ് ചോദിച്ചേക്കുന്നത്. മാസ് ഈസ് ഫോഴ്സ് ബൈ എ, ഇത് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ വെക്ടറായിട്ട് തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. ആക്സിലറേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? എക്സ് ഡയറക്ഷനിലുള്ള സാധനമാണ് ഐയിൽ വരുന്നത്. വൈ ഡയറക്ഷനിൽ FYJ പ്ലസ് FZ K. ഇങ്ങനെയാണ് നമ്മുടെ എഫ് എങ്കിൽ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് എന്ന് പറയുന്നത് √(fx² പ്ലസ് FY² പ്ലസ് FZ². ഓക്കെ, ഇതായിരിക്കും ഇത്. അപ്പം നമ്മുടെ ഇവിടുത്തെ കേസിൽ എന്താണ് FX വരുന്നത്? FX ഈസ് ഈക്വൽ ടു 1, FY ഈസ് ഈക്വൽ ടു 2, FZ ഈസ് ഈക്വൽ ടു -2. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. എഫ് തന്നിട്ടുണ്ടാവും. ഐ ആണ് നമ്മുടെ എക്സ് ഡയറക്ഷനിലുള്ള വെക്ടറിൻ്റെ കോമ്പോണൻറ്റ്, ജെ ആണ് വൈ ഡയറക്ഷനിൽ, കെ എന്ന് പറയുന്നതാണ് ഇസഡ് ഡയറക്ഷനിൽ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തുള്ള മാഗ്നിറ്റ്യൂഡ് നമ്മൾ അങ്ങോട്ട് എഴുതി. ഇനി നമുക്ക് വേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എത്ര? FX 1² പ്ലസ് FY എത്ര? 2² പ്ലസ് -2ൻ്റെ സ്ക്വയർ ഈക്വൽ ടു √(1 പ്ലസ് 4 പ്ലസ് -2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതും 4 ആണ്. അപ്പോൾ എത്ര വരും? √4 8 9, √9 എന്ന് പറഞ്ഞാൽ 3. അപ്പം നമുക്ക് മാഗ്നിറ്റ്യൂഡ് എഫ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? എം. മാസ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഡിവൈഡഡ് ബൈ എ. എത്രയാണ് അത്? 3 ഡിവൈഡഡ് ബൈ എ എത്രയാണ് വന്നേ? 2. ഓക്കെ, അപ്പോൾ 1.5 മാസ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് kg. ഉണ്ടോ നോക്കിയേ? ഉണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ കാണുമ്പോൾ പേടിക്കരുത്. ഇനി ഇതിനകത്ത് വേറെ വരാൻ ചാൻസ് ഉള്ളത് ചിലപ്പം ഇത് 2 മാത്രമേ തരത്തുള്ളൂ, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ FZ 0 ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ 1 മിനിറ്റിൽ ചെയ്യണമെന്ന് പറയുമ്പം ഇങ്ങനെയൊന്നും എക്സ്പ്ലനേഷൻ ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്കറിയാം XYZ എന്താണെന്ന്, XYZൻ്റെ കമ്പോണൻറ്റ് എന്താണെന്ന്, അതങ്ങോട്ട് സ്ക്വയർ ചെയ്യുക, സ്പീഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് അങ്ങ് ചെയ്തു പോവാം. ഓക്കെ, അടുത്തത് BPharmന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചാനൽ അങ്ങനെ കൂടെ തുടങ്ങാം. കാരണം നീറ്റിന് BPharm നമുക്ക് ഒരുപാട് വേക്കൻസി ഉള്ളൊരു, കാരണം പല കുട്ടികളും നഴ്സിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ വെളിയിലൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് ആയതുമല്ലോ. അപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ വളരെ കോസ്റ്റ് കുറഞ്ഞ് നമുക്ക് നഴ്സിംഗൊക്കെ പഠിക്കാം. അപ്പോൾ അതിൽ നമുക്ക് വേറൊരു ചാനലായിട്ട് തുടങ്ങാം. എന്നാലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയത് കൊണ്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇട്ടതാണ് അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് 0.2 kg മാസ്. ഒരു പാർട്ടിക്കിൾ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 0.2 kg ആണ്. ഹൂസ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദി ഇക്വേഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്രയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നിട്ടുള്ളതല്ല. അപ്പോൾ 2 മീറ്ററോ 3 മീറ്ററോ ഒന്നും തന്നിട്ടില്ല. പകരം അതൊരു ഇക്വേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. എന്തിൻ്റെ ടേംസിൽ? ടീൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കിക്കേ. മാസ് ഈസ് ഈക്വൽ ടു 0.2 kg.
അപ്പോൾ നമുക്ക് പിന്നെ എക്സ് ആണ് തന്നേക്കുന്നത്, അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തന്നേക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3t + 7t². നമുക്കറിയാം ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പം നമുക്ക് ആക്സിലറേഷൻ തന്നിട്ടില്ല, ആകപ്പാടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു എക്സിൻ്റെ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടി ആണ്. അപ്പം നമുക്കറിയാമല്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു dx/dt. ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി v കിട്ടും, ഈക്വൽ ടു d/dt ഓഫ് 3t + 7t². അപ്പോൾ എത്ര കിട്ടും? ഈക്വൽ ടു 3t എന്ന് പറഞ്ഞാൽ 3 d/3 t/dt പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ എന്ത് വരും? 7 14t. അപ്പോൾ ദാറ്റ് ഈസ് ദ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ ഇതാണ്. പക്ഷെ നമുക്ക് വെലോസിറ്റി അല്ലല്ലോ വേണ്ട, ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു dv/dt. ഇതിനെ ഒന്നുകൂടെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ d/dt ഓഫ് 3 + 14t ഈക്വൽ ടു ഇതിൻ്റെ 0 വന്നു പ്ലസ് നെക്സ്റ്റ് ടൈം 14 വന്നു അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ 14 m/s² ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. മാസ് എത്രയുണ്ട്? മാസ് നമ്മുടെ 0.2 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 14. അപ്പോൾ 14 × 2 അപ്പോൾ എത്രയാണ്? 2.8 അല്ലേ. 2.8 ന്യൂട്ടൺ. ആൻസർ ഉണ്ടോ നോക്കി. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ 2.8 ന്യൂട്ടൺ. വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കുക. അതൊന്നും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഏതെങ്കിലും ടീൻ്റെ ടേംസിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ വെലോസിറ്റി കണ്ടുപിടിക്കാം. ആ വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആ ആക്സിലറേഷൻ വെച്ചിട്ട് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ, ഇനി ഇമ്പൾസിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ ബുള്ളറ്റ്, എപ്പോഴും ബുള്ളറ്റും ഗണ്ണും കൂടെയുള്ള പ്രോബ്ലം ഉണ്ട്, അതും കൂടെ നമുക്കങ്ങ് ചെയ്യാം. ഓക്കെ, ഇതും കീമിൻ്റെ ബി ഫാമിൽ വന്ന 2025 വന്ന പ്രോബ്ലമാണ്. നമ്മുടെ ഇക്വിലിബ്രിയം ഓഫ് മൊമെൻറ്റം കൺസർവേഷൻ്റെ ഒരു ഫോമുലയായിട്ട് ബുള്ളറ്റ്, ഗൺ മിക്കവാറും ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ എല്ലാത്തിലും ഉണ്ടാകുന്ന ഒരെണ്ണമാണ്. അപ്പോൾ റീകോയിൽ ഓഫ് ഗൺ വരുമ്പോഴാണ് നമുക്ക് ഈ 2 രീതിയിൽ വരാം. റീകോയിൽ ഓഫ് ഗണ്ണിൻ്റെ കേസാണിത്. എ ബുള്ളറ്റ് ഓഫ് 10 gram, ഒരു ബുള്ളറ്റ് ഉണ്ട്, 10 gram ആ ബുള്ളറ്റിൻ്റെ മാസ്, ഈസ് ഫയർഡ് അറ്റ് എ സ്പീഡ് ഓഫ് 50 m/s ബൈ എ ഗൺ ഓഫ് 2 kg മാസ്. ഗണ്ണിൻ്റെ മാസ്സാണിത്, ബുള്ളറ്റിൻ്റെ മാസ് ഇത്, ബുള്ളറ്റിൻ്റെ സ്പീഡ്, ദ റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗൺ. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ഇരിക്കുന്നത്. ഒരു ഗണ്ണുണ്ട്, ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് പോയി. അപ്പോൾ മാസ് ഓഫ് ഗൺ, മാസ് ഓഫ് ബുള്ളറ്റ് എത്രയാണ് തന്നേക്കുന്നത്? ബുള്ളറ്റിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 10 gram. അത് അപ്പം തന്നെ നമ്മൾ kg ആക്കിക്കോണം കേട്ടോ. എത്രയാണ്? 10/1000 kg. മാസ് ഓഫ് ഗൺ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 2 kg. ഓക്കെ, ഇനി വെലോസിറ്റി ഓഫ് ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ് തന്നേക്കുന്നത്. വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് 50 m/s. അങ്ങനെയാണെങ്കിൽ റീകോയിൽ സ്പീഡ്, അപ്പോൾ ബുള്ളറ്റ് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഗൺ അങ്ങ് ബാക്കിലേക്ക് ഒന്ന് തട്ടും. നമ്മൾ ഷോൾഡറിലേക്കാണ് പിടിക്കുന്നതെങ്കിൽ ഷോൾഡറിലേക്ക് വന്ന് അതങ്ങ് അടിക്കും. അപ്പോൾ ആ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വിചാരിച്ചിട്ട് mg/vg is equal to mb/vb. നമ്മളോട് പറഞ്ഞേക്കുന്നത് vg, വെലോസിറ്റി ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ബുള്ളറ്റ്, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഗൺ. അപ്പോൾ മാസ് ഓഫ് ബുള്ളറ്റ് എത്രയാണ്? 10 / 1000 ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് 50. ഇനി മാസ് ഓഫ് ഗൺ 2 കിലോഗ്രാം. അപ്പോൾ ഇത് വെട്ടാനുള്ളത് വെട്ടാം. ഈ 0 ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു 10 വന്നിട്ട് ഇവിടെ 2. അപ്പോൾ എത്ര? 1/4. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25. അപ്പോൾ 0.25 m/s ആയിരിക്കും എന്ത്? വെലോസിറ്റി ഓഫ് ഗൺ. ഗണ്ണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0.25 m/s ആയിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതേപോലെ ഗണ്ണിൻ്റെ വേറൊരു പ്രോബ്ലം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അടുത്തൊരു ഗണ്ണിൻ്റെ പ്രോബ്ലമാണ് എ മെഷീൻ ഗൺ. അതും വന്നിട്ട് നമ്മുടെ കീമിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. കീം 2025 കീമിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. എ മെഷീൻ ഗൺ ഹാവിങ് എ മാസ്, മെഷീൻ ഗണ്ണാണ്, ആ ഗണ്ണിൻ്റെ മാസ് 5 kg, ഫയേഴ്സ്, അത് എന്ത് ചെയ്യുന്നു? ഫയേഴ്സ് 40 gram ബുള്ളറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 25 bullets per minute.
അപ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ വെയിറ്റാണ് 40 ഗ്രാം എന്ന് പറഞ്ഞേക്കുന്നത്. അത് മെഷീൻ ഗൺ എന്ന് പറഞ്ഞാൽ ടക്ക 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 എന്ന് പറഞ്ഞ് ബുള്ളറ്റ് പോകുന്ന സാധനമല്ലേ, അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 25 ബുള്ളറ്റ് അതിന് ഇങ്ങോട്ട് അയക്കാൻ പറ്റും, പുറത്തേക്ക് കളയാൻ പറ്റും. ആ ബുള്ളറ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 300 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 25 ബുള്ളറ്റ്സ് പെർ മിനിറ്റ് സ്പീഡിലാണ് അത് പോകുന്നത്. അത്ര എണ്ണം ഒരു സമയത്ത് പോകും. ദ ഫോഴ്സ് റിക്വയർഡ് ടു കീപ് ദ ഗൺ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യും, ഗൺ റീകോയിൽ ചെയ്യും. ഗൺ റീകോയിൽ ചെയ്യാതിരിക്കണമെങ്കിൽ ഗണ്ണിന് നമ്മളൊരു ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പം ഈ ഒരു തോക്കിൽ ബുള്ളറ്റ് ഇങ്ങനെ ഭയങ്കര സ്പീഡ് പോകും. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിങ്ങനെ ബാക്കിലേക്ക് അടിക്കും. ഈ ബാക്കിലേക്ക് അടിക്കുമ്പോൾ ഇത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ തിരിച്ചൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതാണ് നമ്മുടെ റീകോയിൽ ഫോഴ്സ്. അത് റീകോയിൽ വെലോസിറ്റി ഒക്കെയാണ് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത്. ഇതിപ്പോൾ അങ്ങനെ പറയുന്നില്ല, ഈ ഫോഴ്സ് എത്രയാണെന്ന് പറയണം. അപ്പോൾ അതായത് ഈ നമ്മുടെ ബുള്ളറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സാണല്ലോ തിരിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതാം. മാസ് ഓഫ് ഗൺ എത്രയാണ്, 5 kg. പിന്നെ പറഞ്ഞേക്കുന്നത് ബുള്ളറ്റിൻ്റെ മാസ് ഓഫ് ബുള്ളറ്റ് എന്ന് പറയുന്നത് 40 ഗ്രാം ആണ്. അതെത്രയാണ്, 25 ബുള്ളറ്റ്സ് ഇൻ 1 മിനിറ്റ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 25 ബുള്ളറ്റ്സ് ഇൻ 60 സെക്കൻഡ്സ് അല്ലേ. അതാണ് അതിൻ്റെ ടൈം. പിന്നെ ഫോഴ്സ് 25 ബുള്ളറ്റ്സ് ഇൻ 60 സെക്കൻഡ്സ്. പിന്നെ സ്പീഡ് ഓഫ് ബുള്ളറ്റ്, അപ്പം വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എന്ന് പറയുന്നത് 300 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു, ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, അങ്ങനെ എഴുതാമല്ലോ. ഇതാണ് നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇവിടെ, മറ്റേതിൻ്റെ കേസിൽ നമുക്ക് ടൈമൊന്നും അറിയത്തില്ല, വെലോസിറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ബുള്ളറ്റിൻ്റെ മാത്രം എഴുതാം. ബുള്ളറ്റിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മൊമെൻറ്റം, അതിൽ നിന്ന് അതിൻ്റെ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 40, എത്ര ബുള്ളറ്റ് വരുന്നുണ്ട്, 25. ഇത് ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. മാസ് എന്ത് ചെയ്യും, മാസ് ഓഫ് ബുള്ളറ്റ് എന്ന് പറയുന്നത് 40 ഗ്രാം. അപ്പം തന്നെ നമ്മൾ എന്തിലേക്ക് ആക്കണം, കെ ജിയിലേക്ക് ആക്കണേ, 40/100. അപ്പം നമ്മുടെ മാസ് ഓഫ് ബുള്ളറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു നമ്മുടെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഈ ടൈമിലുള്ള വെലോസിറ്റിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ലാസ്റ്റ് വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ MB എന്ന് പറയുന്നത് 40 ഡിവൈഡഡ് ബൈ 1000, അത്രയും കിലോ, ഇൻറ്റു വെലോസിറ്റി എത്രയാണ് വന്നേക്കുന്നത്, 300. ടൈം എത്രയില്ല, 40 × 25 ഉണ്ടല്ലോ, 25 എണ്ണമില്ലേ. ഞാൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് എഴുതാം. അതായത് മാസ് എങ്ങനെയാണ് വന്നെന്ന് നോക്കാം. മാസ് ഓഫ് ഒരു ബുള്ളറ്റിൻ്റെ മാസാണ് 40 ഗ്രാംസ് അല്ലെങ്കിൽ ഇത്രയും കിലോഗ്രാം. ഇതിൽ നമുക്ക് 25 ബുള്ളറ്റാണ് 60 സെക്കൻഡ്സിൽ വരുന്നത്. അതുകൊണ്ട് ടോട്ടൽ മാസ് ഓഫ് ബുള്ളറ്റ് അല്ലെ, കൺഫ്യൂഷൻ, 25 × 40/1000 ആണ് ടോട്ടൽ മാസ് ഓഫ് ബുള്ളറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫിസിക്കൽ ടോട്ടൽ മാസ് ഓഫ് ബുള്ളറ്റ് എത്രയാണ്, 25 × 40 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ മാസ്സായി നമ്മുടെ. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, 300 ആണ് അതിൻ്റെ വെലോസിറ്റി. എത്ര ടൈമിലാണ് ഈ 25 × 40 മാസ് പുറത്തേക്ക് വരുന്നത്, 25 ബുള്ളറ്റ്സ് ആണ്. ഒരു ബുള്ളറ്റിൻ്റെ മാസ്സാണ് 40 ഗ്രാംസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ബൈ 1000 ചെയ്ത് kg ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോട്ടൽ ഇത്രയും മാസ് വന്നു 25 ബുള്ളറ്റ്സിന്. അത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് ആണ്. ഇനി ക്യാൻസൽ ചെയ്ത് നോക്കാം. 1 0 1 0, ഈ 0 ഈ 0 ഈ 0 ഈ 0 ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കി എത്ര വരുന്നുണ്ട്, 3 6 20. അപ്പോൾ 20-ൽ പിന്നെയും I5 25, I4 20, 4 വെട്ടി. ഓക്കെ, ബാക്കി എത്രയാണ് ഉള്ളത്, 5 ന്യൂട്ടൺ. ബാലൻസ് ഉള്ളത് 5 ന്യൂട്ടൺ. അപ്പോൾ 5 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഈ തോക്കിന് പുറകിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബുള്ളറ്റ് ഇങ്ങോട്ട് 25 എണ്ണം ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു മിനിറ്റിലാണ്, അതായത് 60 സെക്കൻഡിൽ ഇത്രയും പോകുന്ന സമയത്ത് നമ്മളിതിനെ പിടിച്ച് നിർത്താൻ വേണ്ടി, ഇങ്ങോട്ട് ബാക്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇത്രയും ഫോഴ്സ് തിരിച്ച് ആക്ട് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് കിട്ടിയത് ബുള്ളറ്റിൻ്റെ ഫോഴ്സാണ്. അത്രയും തന്നെ തിരിച്ച് ആക്ട് ചെയ്യണ്ടേ, അപ്പോഴേ ഇത് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ 5 ന്യൂട്ടനാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ. ഈ 2 കേസേ ബുള്ളറ്റിലൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളൂ. അതായത് ഒന്നെങ്കിൽ നമ്മുടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം
മാസ് ഇൻറ്റു വെലോസിറ്റി ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഗൺ ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. രണ്ടാമത്തെ കേസിൽ ഇങ്ങനെ എന്തെങ്കിലും കേസ്, അതായത് കുറേ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് തന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസ് കണ്ടുപിടിക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമിൽ തരുവാണെങ്കിൽ അതിനെ കെ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എവിടെയെങ്കിലും തെറ്റിപ്പോകും. ഓക്കെ, അടുത്തത് കീം 2025 ഒരു പ്രോബ്ലം ആണ്. എ ടെന്നീസ് ബോൾ ഓഫ് മാസ് 150 gram ഈസ് മൂവിങ് അറ്റ് 20 meter per second. എ റാക്കറ്റ് സ്ട്രൈക്സ് it reversing its direction with a final speed of 30 meter per second. If the contact time is 0.02 second, then the magnitude of the force n exerted by the racket is. അതായത് എന്താ പറഞ്ഞിരിക്കുന്ന, ഒരു നമ്മൾ ടെന്നീസ് കളിക്കാറില്ലേ, അപ്പോൾ ടെന്നീസ് ബോൾ അല്ലെ ബാഡ്മിൻ്റനോ എന്തെങ്കിലും, അപ്പോൾ ടെന്നീസ് ബോൾ ഇതാണ് ഫസ്റ്റ് ബോൾ എന്ത് ചെയ്തു, ഒരാൾ ഒരു ബോളിനെ, അതിൻ്റെ മാസാണ് 150 gram, അത് ഇങ്ങോട്ട് പോകുന്നു. ഇനിഷ്യൽ ഒരു വെലോസിറ്റി 20 meter per second, ഇനിഷ്യൽ വെലോസിറ്റി v1 എന്ന് എടുക്കാം. ഇനിഷ്യൽ വെലോസിറ്റി 20 meter per second ഇങ്ങോട്ട് വന്നു, ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ ബാറ്റ് കൊണ്ട് സംഭവം ഇങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചു ആ ബോളിനെ. അപ്പോൾ ബോൾ പിന്നെയും ഇങ്ങോട്ട് പോയി, റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ എന്നാണ്. അതായത് അതിന് വേറെ റിവേഴ്സിങ് ഇറ്റ്സ് ഡയറക്ഷൻ, അതായത് വേറെ ഇപ്പം ഇങ്ങനെ വന്ന ബോൾ ഇങ്ങോട്ട് പോവുകയല്ല ചെയ്തത്, പകരം ഇങ്ങനെ വന്ന ബോൾ ആ സെയിം ഡയറക്ഷൻ അത് തന്നെ, ഈ ഡയറക്ഷനിൽ തന്നെ തിരിച്ച് ഡയറക്ഷൻ അങ്ങനെ തന്നെ റിവേഴ്സ് ചെയ്തു. ബട്ട് ഇറ്റ്സ് വെലോസിറ്റി v2 എത്രയാണ് വന്നത്, ആ വെലോസിറ്റി എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതൽ വെലോസിറ്റി, നല്ലതായിട്ട് തട്ടി, അപ്പം 30 meter per. അപ്പോൾ ഇനിഷ്യലി ഈ ബോള് ഒരു 150 gram ഉള്ള ഒരു ബോൾ 20 meter per second ഇയാളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ബാറ്റ് കൊണ്ട് അതിനെ ആ സെയിം ഡയറക്ഷനിൽ തന്നെ തട്ടി, ഡയറക്ഷന് മാറ്റമില്ല. അപ്പോൾ എന്ത് പറ്റി, v2 എന്ന് പറഞ്ഞാൽ 30 ആയി. അപ്പോൾ ഓർക്കണം, നമ്മൾ ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്താൽ ഈ ഡയറക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കണം. ഈ ഒരു പോയിൻ്റാണ് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പ്ലസ് ആയിട്ട് എടുത്താൽ ഇത് മൈനസ് ആയിട്ട് എന്തായാലും എടുത്തിരിക്കണം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഫോഴ്സാണ് കോണ്ടാക്ട് ടൈം തന്നിട്ടുണ്ട് ΔT. അപ്പം ഇതൊരു ഫ്രാക്ഷൻ ഓഫ്, ഇത് ഇമ്പൾസിൻ്റെയാണ്, ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ബോൾ വന്ന് ബാറ്റിൽ തട്ടുന്നത്, തട്ടി അപ്പം തന്നെ വരുന്നത്. അപ്പോൾ ΔT എന്ന് പറയുന്നത് വളരെ ചെറിയ ടൈമേ ഉള്ളൂ, 0.02 സെക്കൻഡ്. അപ്പം നമ്മുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം ΔP/ΔT അല്ലേ, അതറിയാമല്ലോ. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ΔP/ΔT. ΔP എന്ന് പറഞ്ഞാൽ എന്താ, ഫൈനൽ m2 v2 മൈനസ് m1 v1. ഫൈനൽ മൊമെൻറ്റം എന്ന് വെച്ചാൽ ΔP എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം, ഫൈനൽ മൊമെൻറ്റം മാസിൻ്റെ വെലോസിറ്റി, ഫൈനൽ മാസിൻ്റെ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ മാസിൻ്റെ വെലോസിറ്റി ബൈ ΔT. ഇവിടെ നമ്മുടെ m1 എത്രയാണ്, ഇതിൻ്റെ കേസാണ് m1 എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത്, 150 gram. 150 gram എന്ന് പറയുന്നത് നമുക്ക് 0.15 എന്ന് എഴുതാം, 0.15 kg. അത് തന്നെയാണല്ലോ m2, കാരണം ആ സെയിം ബോൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ m1 m2 എന്ന് പറയുന്നത് എല്ലാം 0.15 kg. പിന്നെ v1 എന്ന് പറയുന്നത് 20 meter per second, v2 എന്ന് പറയുന്നത് തിരിച്ചുള്ള വെലോസിറ്റിയാണ്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 30 എഴുതണം. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഈ പോയിൻ്റാണ് നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. v2 സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ്. ഇങ്ങനെ ഒരു ബോൾ ഇങ്ങോട്ട് വന്നു, തിരിച്ചിങ്ങോട്ട് വന്നു, അപ്പോൾ ഈ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ ഇത് നെഗറ്റീവായിട്ട് എടുക്കണം. ഇത് v1, ഇത് v2. ഓക്കെ, അപ്പം ഇതിൽ m സെയിം കോമൺ ആണല്ലോ, അപ്പോൾ m പുറത്തേക്ക് എടുത്തു, v2 മൈനസ് v1 ബൈ ΔT നമുക്കറിയാം, ΔT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. m എത്രയാണ് നമുക്ക് കിട്ടിയത്, 0.15 ഇൻറ്റു ബ്രാക്കറ്റിൽ v2 എത്രയാണ്, -30 -20 ഡിവൈഡഡ് ബൈ ടൈം 0.02 seconds, 0.02. അപ്പോൾ ഈ 2 പോയിൻ്റ് മാറ്റിയാൽ 15, ഈ 2 പോയിൻ്റ് മാറ്റിയാൽ 2 ഇൻറ്റു, ഇവിടെ 2 മൈനസ് ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം, 30 20 50. അപ്പോൾ ഇത് 25. 25 ഇൻറ്റു 15 എത്ര വരും, ഞാനിവിടെ എഴുതാം. 25 ഇൻറ്റു 15 എന്ന് വെച്ചാൽ എന്തായാലും അത് നമ്മൾ ഇൻറ്റു ചെയ്യാതെ തന്നെ നമുക്കറിയാം, 25 ഇൻറ്റു 10 തന്നെ 250. അപ്പോൾ അതിനേക്കാൾ വലിയ ഒരേ ഒരു റീഡിങ്ങേ ഉള്ളൂ ഇവിടെ. എന്നാലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കത് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ഉത്തരം കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ.
5 ശിഷ്ടം 2 2 10 12 I1 5 21 2 5 7 3 ഓക്കെ 375. അപ്പോൾ 375 ന്യൂട്ടനാണ് എന്ത് ആ ഫോഴ്സ്. എന്ത് ഫോഴ്സായിരുന്നു അത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ. അപ്പോൾ ഈ റാക്കറ്റ് ഈ ബോളിലേക്ക് കൊടുത്ത ഫോഴ്സാണ് ഇത്രയും ഫോഴ്സ് 375 ന്യൂട്ടൺ കൊടുത്തപ്പോഴാണ് അത് ഈ 20 വന്നിട്ടുള്ള 20 മീറ്റർ പെർ സെക്കൻഡിൽ വന്ന ബോളിനെ 30 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. ഇക്വേഷൻ നമുക്കറിയാം, F=ma. അതിൻ്റെ വേറെ ഇക്വേഷനാണ് ചേഞ്ച് ഇൻ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇതെങ്ങനെയാണ് വന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. മാസ് ഇൻറ്റു വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പം ഡെൽറ്റ പി ആകും ബൈ ഡെൽറ്റ ടി. ഇതാണ് മൊമെൻറ്റം. നമ്മളപ്പോൾ അതെല്ലാം നോക്കണം. ഇനിഷ്യൽ മൊമെൻറ്റം മൈനസ് ഫൈനൽ മൊമെൻറ്റം. ഇതിലേത് ഇക്വേഷൻ വെച്ചാലാണ് നമുക്ക് കിട്ടുന്നത് നോക്കുക. അപ്പോൾ ഇത് ഇമ്പൾസിൻ്റെ കേസസിലെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇത് ഈസിയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു കാര്യം മാത്രം നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മതി. തിരിച്ചുള്ള ഡയറക്ഷനിൽ മൈനസ് ഇടണം. ആ മൈനസും വരുമ്പോൾ ഇവിടെയൊക്കെയാണ് കുട്ടികൾക്ക് തെറ്റ് വരുന്നത്. കാരണം അറിയാതെ നമ്മളിത് കൂട്ടിപ്പോവും. ആ വാല്യൂ ഏതെങ്കിലുമൊക്കെ എഴുതി വെക്കുകയും ചെയ്യും. അങ്ങനെ കുട്ടികൾക്ക് കിട്ടുന്ന ആൻസറും ചിലപ്പോൾ ഈ നമ്മുടെ ഓപ്ഷനിൽ കാണും. അപ്പോൾ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അത് എഴുതി വയ്ക്കും. അപ്പോൾ ഈ കാര്യം മാത്രം ഇതിനകത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ഇത് അടുത്ത കീമിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പം ടെന്നീസ് കളിക്കാരെ മാത്രം ഇഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ക്രിക്കറ്റുകാർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇഫ് എ ബോൾ ഓഫ് മാസ് 0.02 kg, ബോളിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ബൗൾഡ് ബൈ എ ബൗളർ. ഒരു ക്രിക്കറ്റിലെ ബൗളർ സ്ട്രെയിറ്റ് ആയിട്ട് ബാറ്റ്സ്മാനെ കൊണ്ട് ഒരു ബോൾ എറിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വിത്ത് ദ സെയിം സ്പീഡ് വിത്ത് ആൻ ഇമ്പൾസ്. അയാൾ ബൗൾഡ് ബൈ എ ബോളർ സ്ട്രെയിറ്റ് ടു ദ ബാറ്റ്സ്മാൻ ഈസ് ഹിറ്റ് ബാക്ക് വിത്ത് ദ സെയിം സ്പീഡ് വിത്ത് ആൻ ഇമ്പൾസ് 2. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? നിങ്ങളിങ്ങനെ നിങ്ങളുടെ സ്റ്റമ്പൊക്കെ അല്ലേ ഇത്. അപ്പോൾ ഇവിടെ ബാറ്റ്സ്മാൻ നിൽക്കുന്നുണ്ട്, അയാളുടെ കയ്യിൽ ബാറ്റ് ഉണ്ട്. ബോളർ കറക്റ്റായിട്ട് ഇങ്ങോട്ട് ഒരു M1 വെലോസിറ്റി V1 ഇങ്ങോട്ട് എറിഞ്ഞു. അയാൾ അങ്ങനെ തന്നെ അത് ഹിറ്റ് ബാക്ക് ചെയ്തു. എങ്ങോട്ടാണ് പറഞ്ഞത്? സ്ട്രെയിറ്റ് ബാക്കിലേക്ക് തന്നെ, ഹിറ്റ് ബാക്ക് വിത്ത് ദ സെയിം സ്പീഡ്. ആ സെയിം സ്പീഡിൽ തന്നെയാണ്. അപ്പം നമ്മുടെ V2 ഈസ് സെയിം as V1. എല്ലാം കൂടെ നമുക്ക് V എന്ന് എടുക്കാം. V1 ഈസ് V ആണെങ്കിൽ V2വും V തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ ബോൾ, ഈ ബോളിൻ്റെ സ്പീഡ് V തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഇമ്പൾസ് തന്നിട്ടുണ്ട്. ഇമ്പൾസ് എന്ന് വെച്ചാൽ എപ്പോഴും ഓർക്കണം, ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. ആ സ്മോൾ ടൈം, ആ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്മോൾ ടൈം, ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം, F ഇൻറ്റു ഡെൽറ്റ ടി ആണ് ഇമ്പൾസ്. വർക്ക് ഡൺ മറന്നു പോകരുത്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് ഡൺ. ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇമ്പൾസ് തന്നിട്ടുണ്ട്. ഇമ്പൾസ് തന്നാൽ നമുക്കറിയാമല്ലോ, എഫ് എന്ന് പറയുന്നത്, എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് വെച്ചാൽ മാസ് ഫൈനൽ വെലോസിറ്റി M2 V2 മൈനസ് M1 V1. ഇതാണ് നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച്. നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതാം. ഇമ്പൾസ് എത്ര തന്നേക്കുന്നത്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ഡെൽറ്റ ടി തന്നിരിക്കുന്നത് 2 ന്യൂട്ടൺ സെക്കൻഡ്. 2 ന്യൂട്ടൺ സെക്കൻഡാണ് ഇമ്പൾസ് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് മാസ് 1 ഈസ് ഈക്വൽ ടു മാസ് 2 ഈസ് ഈക്വൽ ടു പോയിൻറ്റ്. സെയിം ബോൾ തന്നെ അല്ലേ അങ്ങോട്ട് എറിയുന്നത്, അതുകൊണ്ട് മാസ് സെയിം ആയിരിക്കും. ഇത് kgയിൽ തന്നെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് മാറ്റണ്ട. പിന്നെ ഒന്നും തന്നിട്ടില്ല. വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കുക. വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞത് V1 ഈസ് ഈക്വൽ ടു V2 എന്ന് പറയുന്നത് സെയിം, എല്ലാം സെയിം ഈക്വൽ വെലോസിറ്റിയിലാണ്, സെയിം സ്പീഡിലാണ് അയാൾ ഹിറ്റ് ബാക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 2 ന്യൂട്ടൺ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, ന്യൂട്ടൺ സെക്കൻഡ് തന്നിട്ടുണ്ട്. M2 M1 സെയിം ആണ്, അതെല്ലാം കൂടെ നമുക്ക് പുറത്തെഴുതാം. അതായത് M ഇൻറ്റു V2 മൈനസ് ഇതിൽ നമ്മൾ നോക്കി 2 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമ്പൾസ് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് നമുക്ക് പുറത്തേക്ക് എടുത്തു. മാസ് ഇൻറ്റു ഇതിലെ M സെയിം ആണല്ലോ, V2 മൈനസ് V1. V2 നമ്മൾ പറഞ്ഞു, V2 എന്ന് പറയുന്നതും V1
ഈസ് ഈക്വൽ ടു V2 സെയിം ആണെന്ന് പറയുന്നുണ്ട്, V എന്ന് പറയുന്നുണ്ട്. ബട്ട് ഒൺലി തിങ് ഈസ് അതിൻ്റെ ഡയറക്ഷൻ. ഒരെണ്ണം ഇങ്ങോട്ട് വന്നു, അപ്പോൾ ബാറ്റ് കൊണ്ട് അടിച്ചപ്പോൾ സെയിം വെലോസിറ്റിയിലാണ് ഔട്ട് സൈഡിലേക്ക് പോകുന്നത്, ബട്ട് ഡിഫറെൻറ്റ് സൈൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ V1 V ആയിട്ട് എടുത്താൽ V2 എന്ന് പറയുന്നത് -V ആയിട്ട് എടുക്കണം. അത് മാത്രം ഓർത്താൽ മതി. സോ മാസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നേക്കുന്ന മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മാസ് ഓഫ് ഈ ബോളിൻ്റെ മാസ് എന്നുള്ളത് 0.02. ഓക്കെ, അതാ 0.02 ഇൻറ്റു V2 എന്ന് പറഞ്ഞാൽ -V മൈനസ് V1 എന്ന് പറഞ്ഞാൽ V തന്നെ മൈനസ് V. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു 0.02 ഇൻറ്റു -2V. ഇത് രണ്ട് സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുക, സെയിം സൈൻ ഇടുക. അപ്പോൾ V ഈസ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് പോരട്ടെ, 2 ഡിവൈഡഡ് ബൈ 0.02 ഇൻറ്റു 2. ഒരു മൈനസ് പുറത്ത് ഇവിടെ വന്നു. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യും, ബാക്കി എത്ര വരും? 100/2. പോയിൻ്റ് മാറ്റി കഴിയുമ്പോൾ കേട്ടോ. സോ V ഈസ് ഈക്വൽ ടു -50 m/s. അപ്പോൾ ഒരെണ്ണം നമ്മളെ V എന്ന് പറയുന്നത് V1 ഈസ് ഈക്വൽ ടു -50 ആണെങ്കിൽ V2 ഈസ് ഈക്വൽ ടു +50. അത്രയേ ഉള്ളൂ. നമുക്ക് ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ഇത് തന്നെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ C ആണ്, -50. അപ്പോൾ ഈ പോയിന്റ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലോസ് ഓഫ് മോഷനിലെ പ്രോബ്ലംസ് എല്ലാം കൂടെ. ഇനിയും വരുന്നത് നമുക്കിനി ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമ്മുടെ കീം എക്സാമിന് വേണ്ടിയിട്ട്. വളരെ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. 1-2 പ്രോബ്ലം നമ്മൾ തെറ്റിക്കാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഫിസിക്സ്. പിള്ളേർക്ക് പേടിയുള്ള ബുദ്ധിമുട്ടുള്ളതും പലരും ഒഴിവാക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫിസിക്സ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അയക്കാം. നിങ്ങൾക്ക് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിലോ കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിലോ ഏത് രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഈ ഫാർമസിയുടെ എക്സാം വരുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടും കൂടെ ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം അതിലും കൂടുതൽ ഫിസിക്സ് കെമിസ്ട്രി തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ അതും നല്ലതായിട്ട് സ്കോർ ചെയ്ത് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ നല്ല കോളേജിലൊക്കെ നഴ്സിംഗ് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് നമുക്ക് അതും തുടങ്ങാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.